പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് നന്ദി നൽകാൻ ദൈവത്തോട് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ആരാധനയിൽ പങ്കെടുക്കുന്ന ദിവ്യജനം നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വിദ്യാർത്ഥി ഞായറാഴ്ചയാണ് നാം ഉണ്ടാകുന്നത്. ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക് വിദ്യാർത്ഥിനികളും അധ്യാപകരും പ്രവേശിക്കുകയാണ്. ഏറ്റവും അനുഗ്രഹീതമായ ഒരു അധ്യയന വർഷം എല്ലാ വിദ്യാർത്ഥിനികൾക്കും അധ്യാപകർക്കും അനധ്യാപകർക്കും ഞാൻ നേരുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ലോകത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശിക്കുന്നു. സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമുക്ക് ചിന്തിക്കുവാനായി നൽകപ്പെട്ടിരിക്കുന്ന വിഷയം കർത്താവിനോടുള്ള ഭയം, ജ്ഞാനത്തിന്റെ ആരംഭം എന്നുള്ളത്. Fear of the Lord is the beginning of wisdom. ജ്ഞാനം ദൈവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ജ്ഞാനിയായ ശലോമോൻ സദൃശവാക്യങ്ങളുടെ പുസ്തകത്തിൽ 9-ാം അധ്യായം 10-ാം വാക്യത്തിൽ രേഖപ്പെടുത്തുന്നത് Fear of the Lord is the beginning of wisdom, and the knowledge of the Holy One is understanding. യഹോവഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനവും വിവേകവും ആകുന്നു. നമ്മുടെ കർത്താവിനെ കുറിച്ച് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത് 2-ാം അധ്യായം 9-ാം വാക്യം. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപയിൽ അവന്മേലുണ്ടാകും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ വാക്യം ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപയിൽ അവന്മേലുണ്ടാകും. ജ്ഞാനാത്മ പൂർണ്ണനായിരുന്നു. God is the source of wisdom. ജ്ഞാനത്തിന്റെ ഉറവിടം ദൈവമാണ്. Divine wisdom is God's perfect knowledge, understanding and insight. ദൈവിക ജ്ഞാനം എന്ന് പറയുന്നത് പൂർണ്ണമായ അറിവ്. അപൂർണമായ അറിവാണ് ലോകം സമ്മാനിക്കുന്നതെങ്കിൽ ദൈവം നൽകുന്ന അറിവ് പെർഫെക്റ്റ് നോളജ്, വിവേകമാണ്, ഉൾക്കാഴ്ചയാണ് എന്നത് നാം ഓർമ്മിക്കേണ്ടത്. ജ്ഞാനം ദൈവത്തിന്റെ ദാനം. മാനുഷിക ജ്ഞാനവും ദൈവിക ജ്ഞാനവും തമ്മിൽ വ്യത്യാസവും വിഭിന്നമാണ്. Human wisdom is often limited, self-serving and worldly. സ്വാർത്ഥതയും ലൗകികവുമാണ് മാനുഷിക ജ്ഞാനം. യാക്കോബ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഭൗതിക ജ്ഞാനം പ്രാപഞ്ചവും പൈശാചികവുമാണ്. ഭൗതിക ജ്ഞാനം പ്രാപഞ്ചമാണ്, പൈശാചികമാണ്. അത് കൈകൊണ്ട തീർച്ചയും ശക്തിയും സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും സംസാരിക്കുന്നതുമാണ്. bitter jealousy, self-ambition, lying against truth, arrogant, ഇതൊക്കെയാണ് മനുഷ്യനെന്ന് വിശുദ്ധ യാക്കോബ് രേഖപ്പെടുത്തുന്നത്. എന്നാൽ എന്താണ് ദൈവിക ജ്ഞാനം എന്ന് യാക്കോബിന്റെ ലേഖനത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നത്? ഒന്നാമത് നിർമ്മലവും, പിന്നെ സമാധാനവും, ശാന്തതയും, അനുസരണമുള്ളതും, കരുണയും, സൽഫലം നിറഞ്ഞതും, പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാണ്. Divine wisdom is first
pure, then peaceable, gentle, reasonable, full of mercy and good fruits, unwavering, without hypocrisy. അതുകൊണ്ട് ദൈവിക ജ്ഞാനം നമുക്ക് എങ്ങനെ പ്രാപിക്കാനായിട്ട് സാധിക്കും? Individuals can see divine wisdom through study of the Bible and submission to God's will. പ്രാർത്ഥനയിലൂടെ ദൈവവചനം പഠിക്കുന്നതിലൂടെ ദൈവവിധത്തിന് സമർപ്പിക്കുന്നതിലൂടെ ദൈവിക പരിജ്ഞാനം നേടിയെടുക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കും. മാത്രമല്ല യാക്കോബ് അപ്പോസ്തലൻ നമ്മെ ഉപദേശിക്കുന്നത് 1-ാം വാക്യത്തിൽ നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനപ്രവാഹമെങ്കിൽ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവരായ ദൈവത്തോട് യാചിക്കണം. നമുക്ക് ജ്ഞാനപ്രവാഹം നാം ദൈവത്തോട് ചോദിച്ചാൽ ദൈവം ജ്ഞാനവും വിവേകവും നൽകും. ഈ ദൈവിക ജ്ഞാനത കർത്താവ് ഞങ്ങളിൽ എല്ലാ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും നിറയ്ക്കണമേ എന്ന സർവശക്തനായ ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. 3 കാര്യങ്ങൾ അത് വളരെ ചുരുക്കമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഫിയർ ഓഫ് ദ ലോർഡ് ഗ്രാൻസ് വിസ്ഡം ആൻഡ് ഡിസേൺമെന്റ്. ദൈവഭയം വിവേകബുദ്ധി എന്ന ജ്ഞാനം നൽകും. ദൈവഭയം വിവേകബുദ്ധി എന്ന ജ്ഞാനം നൽകും. പാഠമായി വായിച്ചു കേൾക്കുന്നത് 3-ാം അധ്യായം 3 മുതൽ 14 വരെയുള്ള ഭാഗങ്ങൾ. ഈ വേദഭാഗം എല്ലാ പഠിതാവും മനസ്സിൽ ദർശിക്കേണ്ട ഒരു വേദഭാഗം. ശലോമോൻ യഹോവയെ സ്നേഹിച്ചു, ദൈവത്തിന്റെ കൽപ്പനകളിൽ പ്രകാരം അവൻ നടന്നു. ഗിബെയോനിലെ ശലോമോൻ 1000 ഹോമയാഗം കഴിച്ചു. ആ രാത്രി ദൈവം ശലോമോന് പ്രത്യക്ഷനായി. എന്നിട്ട് ദൈവം ശലോമോനോട് പറഞ്ഞു, നിനക്ക് വേണ്ടുന്ന വരം ചോദിച്ചിട്ടുണ്ട്. നിനക്ക് ഇഷ്ടമുള്ള വരം ചോദിച്ചിട്ടുണ്ട്. ശലോമോൻ ചോദിച്ചത് ഈ ലോകത്തിന്റെ ആഡംബരങ്ങളോ പണമോ മഹത്വമോ ഒന്നുമല്ല. ശലോമോൻ ചോദിച്ചത് ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് തന്റെ ജനത്തിന്റെ ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ള ഒരു ഹൃദയം എനിക്ക് തരണമേ എന്ന്. ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് തന്റെ ജനത്തിന്റെ ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ള ഒരു ഹൃദയം എനിക്ക് തരണമേ. രാജാക്കന്മാരുടെ പുസ്തകം 3-ാം വാക്യത്തിൽ I have given you a wise and discerning heart എന്ന് ദൈവം അരുളി ചെയ്യുന്നു. ഞാൻ നിനക്ക് വിവേകവും ജ്ഞാനവും ഉള്ള ഒരു ഹൃദയം നൽകുന്നു എന്ന്. ജ്ഞാനവും വിവേകവുമുള്ള ഒരു ഹൃദയം നമുക്ക് ആവശ്യം. ഇന്ത്യയിലെ 2020-21 കണക്കുപ്രകാരം 1113 യൂണിവേഴ്സിറ്റികൾ, 43,796 കോളേജുകൾ, 14 ലക്ഷം സ്കൂളുകളുമാണ്. എന്നാൽ സമൂഹം കൂടുതൽ നിർമ്മാണത്തിന് പകരം നിയന്ത്രണാത്മകമായ കേരള ജനത സമ്മർദ്ദത്തിന്റെ മുൻപിലേക്ക് നല്ല ബുദ്ധിയിൽ വിവേകമില്ല, അനുഭവം നെറിവില്ല, വിവരമുണ്ട് തിരിച്ചറിവില്ല, ബിരുദമുണ്ട് വിജയമില്ല, പാണ്ഡിത്യമുണ്ട് പേഴ്സണാലിറ്റിയില്ല. സ്കൂൾ കോളേജ് പരീക്ഷകളിൽ നമ്മുടെ മികച്ച പ്രകടനം, നമ്മുടെ കൗമുദിൽ തന്നെ നമ്മുടെ സ്കൂളുകൾ 10% വിജയം നേടും. പക്ഷേ ജീവിത പരീക്ഷകളിൽ നാം ദയനീയമായി പരാജയപ്പെടുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആത്മഹത്യയുടെ കടകളിലും നാം വളരെ മുന്നിലാണ്. നമ്മുടെ പ്രശ്നം ജീവിത പാഠങ്ങൾ പഠിക്കുന്നില്ല എന്നതാണ്. നമുക്കിന്ന് പ്രധാന മാർക്ക്, ഗ്രേസ്, റാങ്ക്, സർട്ടിഫിക്കറ്റ്, സിലബസ്, പരീക്ഷ മുതലായവ. ഇത്രയും സ്കൂൾ കോളേജുകൾ ഉണ്ടെങ്കിലും കുറ്റകൃത്യങ്ങൾ കുറഞ്ഞിട്ടില്ല എന്നുള്ളത് ഞാൻ നിങ്ങളോട്. സമൂഹം ഓരോ ദിവസം കഴിയുമ്പോഴും അധികം വഷളായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് ശലോമോന്റെ പ്രാർത്ഥനയുടെ പ്രസക്തി. ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് ജനത്തിന് ന്യായപാലനം ചെയ്യുവാനുള്ള
വിവേകമുള്ള ഹൃദയം. പ്ലസ് ടു വിദ്യാർത്ഥിയായിരുന്ന കല്യാണത്തിലെ ഉത്തരകൊലപാതകം നാം പത്രങ്ങളിലും മാധ്യമങ്ങളിലും നാം കാണുന്ന വായിക്കുന്ന ഒരു സംഗതിയാണ്. ഒരു പ്ലസ് ടു വിദ്യാർത്ഥിയെ തന്റെ പ്രിയപ്പെട്ടവരെ തലക്കെട്ടിച്ച് കൊലപ്പെടുത്തുക, ആ വിവേകശൂന്യത ഇവിടെ നിന്ന് ലഭിച്ചു എന്നുള്ളത് ഞാൻ നിങ്ങളും ചിന്തിക്കേണ്ടത് വളരെ വളരെ ആവശ്യം. രണ്ടാമത് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഫിയർ ഓഫ് ദ ലോർഡ് grants wisdom to depart from unrighteousness. Fear of the Lord grants wisdom to depart from unrighteousness. ദൈവഭയം അനീതി വിട്ടകലുവാനുള്ള ജ്ഞാനം നൽകുന്നു. ഇന്ന് യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങളായിരുന്നു രണ്ടാം ഭാഗമായി നാം വായിച്ചത്. അതിലെ 17-ാം വാക്യത്തില് ലേഖനകർത്താവ് രേഖപ്പെടുത്തുന്നത് ഏത് അനീതിയും പാപമാണ്, ഏത് അനീതിയും പാപമാണ്. അനീതി വിട്ടകലുന്ന ജീവിതം അത് ദൈവഭയത്താലും വിദ്യാഭ്യാസത്താലും നേടാനാണ്. ഗുണമേന്മയുള്ള തലമുറയെ വാർത്തെടുക്കുക എന്നത് വിദ്യാഭ്യാസത്തിന്റെ അനിവാര്യതയാണ്. വിദ്യ ദുർവിനിയോഗിക്കപ്പെടുന്നത്. കലിംഗ യുദ്ധത്തിൽ 3 ലക്ഷം പേരെ കൊല്ലപ്പെട്ടു. മുറിവേറ്റവർ അതിനുമേറെയാണ്. വിജയാഘോഷങ്ങൾക്കിടയിൽ മഹാനായ അശോക ചക്രവർത്തി താൻ സൃഷ്ടിച്ച ഭീകരതയും രക്തച്ചൊരിച്ചിലും കണ്ട് ഞെട്ടി. അദ്ദേഹത്തിന് ബോധോദയമുണ്ടായി. അഹിംസാ മാർഗത്തിന്റെ മൂല്യം ഉൾക്കൊണ്ടു മനുഷ്യ സമൂഹത്തിൽ സ്നേഹത്തിന്റെ സന്ദേശം എത്തിക്കാനുള്ള ദൈവനിയോഗം ഏറ്റെടുത്തപ്പോഴാണ് അശോക ചക്രവർത്തി യഥാർത്ഥത്തിൽ വിദ്യാസമ്പന്നനായിരുന്നത്. സന്മാർഗീയതയ്ക്ക് ആധാരമാകണം വിദ്യാഭ്യാസം. മനുഷ്യന് മൃഗീയ സ്വഭാവ വാസനകൾ നിയന്ത്രിക്കുവാൻ ഉതകുന്നതാകണം വിദ്യാഭ്യാസം. സൺഡേ സ്കൂൾ പഠനം അതിന് സഹായിക്കും. നമ്മുടെ ആരാധനകൾ അതിന് സഹായിക്കും. നമ്മുടെ പ്രസംഗങ്ങൾ അതിന് സഹായിക്കും. നമ്മുടെ ജീവിതം അതിന് സഹായകമാണ്. ജോൺ ടിവിയുടെ പ്രസ്താവന വളരെ ശ്രദ്ധേയമാണ്. മാനസികവും സന്മാർഗികവുമായ സ്വഭാവ രൂപീകരണമാണ് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഭാഷയിൽ മാനസികവും സന്മാർഗികവുമായ സ്വഭാവ രൂപീകരണം, ഫോർമേഷൻ ഓഫ് മൈൻഡ്. അക്കാഡമിക് യോഗ്യതകൾ വായിപ്പിക്കാൻ സനാതനമായ ധാർമ്മിക മൂല്യങ്ങൾ കൂടി ജീവിതത്തിന് അനിവാര്യമാണ് എന്ന ചിന്ത, ആ ഒരു ഉൾക്കാഴ്ച എനിക്കും നിങ്ങൾക്കും ഈ സമൂഹത്തിനും ഉണ്ടാകും. സത്യസന്ധത, ആർദ്രത, കർത്തവ്യബോധം, കൃത്യനിഷ്ഠ, പ്രതിബദ്ധത തുടങ്ങിയ അടിസ്ഥാന മൂല്യങ്ങൾ അവഗണിക്കപ്പെട്ട നാം ബുദ്ധിരാക്ഷസന്മാരായ കിരാതന്മാരായിരുന്നു. അതുകൊണ്ട് ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തി ദൈവിക ഫലത്തിൽ നാം വിദ്യയുടെ ധനം പകർന്നു കൊടുക്കുമ്പോൾ അത് സമൂഹത്തിന് ഒരു വലിയ അനുഗ്രഹമായി തീരുമെന്നതിന് സംശയവുമില്ല. മൂന്നാമതായി, fear of the Lord grants wisdom to realize the hidden truth. Fear of the Lord grants wisdom to realize the hidden truth. ദൈവഭയം മറഞ്ഞിരിക്കുന്നവ തിരിച്ചറിയാനുള്ള ജ്ഞാനം. നമ്മൾ സുവിശേഷപരമായി വായിച്ചു കേട്ടത് ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. കർത്താവായ യേശു ക്രിസ്തു 70 പേരെ തെരഞ്ഞെടുത്തു. ഈരണ്ടായി പട്ടണത്തോറും ഗ്രാമം തോറും തനിക്ക് മുമ്പായി അയച്ചു. അവർക്ക് നൽകിയത് 3 നിർദ്ദേശങ്ങൾ. അവരുടെ ദൗത്യത്തിൽ 3 കാര്യങ്ങൾ പ്രധാനമായി ഉൾക്കൊണ്ടിരുന്നു. ഒന്ന്, സമാധാനം ഉദ്ഘോഷിക്കുക, സമാധാനം പറയണം. സമാധാനമില്ലാത്ത ഒരു ലോകത്തിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ സമാധാനത്തിന്റെ പ്രഘോഷകരാകാൻ നമുക്ക് സാധിക്കണം. ഒന്നാമത് നിങ്ങളും സമാധാനം അനുഭവിക്കുന്നവരാണ് എങ്കിലേ സമാധാനം പ്രഘോഷിക്കുവാൻ നമുക്ക് സാധിക്കുകയും രോഗികളെ സൗഖ്യമാക്കണം. ആത്മീയതയുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ രോഗികളുടെ സൗഖ്യത്തിന് വേണ്ടി ചിന്തിക്കാൻ നമുക്ക് സാധിക്കുകയും മാത്രമല്ല ദൈവരാജ്യത്തെ സമീപിച്ചു വന്നിരിക്കുന്നു എന്ന് പ്രസംഗിക്കുന്ന
ഈ ദൗത്യം ഏൽപ്പിച്ചിട്ട് ഈ 70 പേരെ ഏറ്റെടുക്കുന്നതിനായി പട്ടണം തോറും ഗ്രാമം തോറും തിരഞ്ഞെടുപ്പുമായി കർത്താവ് അയച്ചു. അവരുടെ ദൗത്യം നിർവഹിച്ചതിന് ശേഷം ഈ 70 പേര് മഹാസന്തോഷത്തോടെ മടങ്ങി വന്നു. മഹാസന്തോഷത്തോടെ അവർ മടങ്ങി വന്നു. 21-ാം വാക്യത്തിൽ ആ നാട്ടിൽ യേശു പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് പറഞ്ഞത്, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവരെ, നീ ഇവ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതുകൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തും. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വിദ്യാഭ്യാസം വെളിപ്പാടിലേക്ക് നയിക്കും. ദൗത്യം നിർവഹണത്തിൽ ശിഷ്യന്മാർക്കുണ്ടായ സന്തോഷം അവർ ഗുരുവിനെ അറിയിക്കുകയാണ്. ജീവിതത്തിനുള്ള പരിശീലനം വിദ്യാഭ്യാസം അറിവാണ് ശക്തി എന്നത് നാം ആക്കുന്നത്. എന്ത് പഠിക്കുന്നു എന്നതിൽ എങ്ങനെ മനസ്സ് രൂപാന്തരപ്പെടുന്നു എന്ന വിദ്യാഭ്യാസത്തിൽ ഉണ്ടാകും. വിടരാനുള്ള പൂമൊട്ടുകൾ, ചില ഒട്ടുകൾ ഉരളിച്ചവയായിരിക്കും, ചിലത് ഉൾവലിച്ചവയായിരിക്കും. അധ്യാപകൻ വിദ്യാലയങ്ങളെ പോലെ എല്ലാ ഒട്ടുകളെയും നിരീക്ഷിക്കുകയും പരിചരിക്കുകയും വിടരാനും വികസിക്കുവാനും സൗകര്യം വരുത്തുവാനും സാഹചര്യം ഒരുക്കുകയും ചെയ്യേണ്ടത് ആവശ്യം. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി 7 മാനവിക പാപങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. 7 മാനവിക പാപങ്ങൾ. 1, നോളജ് വിത്തൗട്ട് ക്യാരക്ടർ, സ്വഭാവശുദ്ധിയില്ലാത്ത അറിവ്. 2, സയൻസ് വിത്തൗട്ട് ഹ്യൂമാനിറ്റി, മനുഷ്യത്വമില്ലാത്ത ശാസ്ത്രം. 3, വെൽത്ത് വിത്തൗട്ട് വർക്ക്, അധ്വാനം കൂടാതെയുള്ള സമ്പത്ത്. 4, പ്രഷർ വിത്തൗട്ട് കോൺഷ്യൻസ്, മനസ്സാക്ഷിയില്ലാത്ത സുഖം. 5, കൊമേഴ്സ് വിത്തൗട്ട് മൊറാലിറ്റി, ധാർമ്മികതയില്ലാത്ത വാണിജ്യം. 6, റിലീജിയൻ വിത്തൗട്ട് സാക്രിഫൈസ്, ത്യാഗമില്ലാത്ത മതം. 7, പൊളിറ്റിക്സ് വിത്തൗട്ട് പ്രിൻസിപ്പിൾസ്, തത്വവീക്ഷയില്ലാത്ത രാഷ്ട്രീയം. അതുകൊണ്ട് കഴിയും മൂല്യബോധവുമുള്ള തത്വമതികളായ വാർത്തെടുക്കുകയാണ് അധ്യാപകരുടെ ഉദ്ദേശം. ആവശ്യം മനുഷ്യത്വമുള്ള മനുഷ്യരെ, ഡോക്ടർമാരും എഞ്ചിനീയർമാരും അധ്യാപകരും വക്കീലന്മാരും പട്ടക്കാരും ഇന്ന് നമുക്ക് വേണ്ടുപോകുന്നുണ്ട്. എന്നാൽ മനുഷ്യത്വമുള്ള മനുഷ്യരുടെ അഭാവം എവിടെയും ദൃശ്യം. പണത്തിനും സ്ഥാനമാനങ്ങൾക്കും സുഖ സൗകര്യങ്ങൾക്കും ഒക്കെ ജീവിതത്തെ കുറിച്ചൊരു അകന്ന ദർശനം വിദ്യാർത്ഥികളുടെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നവരാണ് അധ്യാപകർ എന്നത് നാം ഓർത്തിരിക്കേണ്ടത്. 21ാം നൂറ്റാണ്ടിൽ അനിവാര്യമായ വിദ്യാഭ്യാസ രീതിയെ കുറിച്ച് പഠിക്കുവാൻ ക്യാമ്പസ് സെലറെ ചെയർമാനായ ഒരു കമ്മീഷനെ യുനെസ്കോ നിയമിച്ചു. ഈ കമ്മീഷൻ റിപ്പോർട്ട് ലേണിംഗ് ദ പ്രൊഫഷണൽ എന്നാണ് അറിയുന്നത്. ഇതിൽ വിദ്യാഭ്യാസത്തിന്റെ 4 നെടുന്തൂണുകളെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. 1, ലേണിംഗ് ടു നോ. 2, ലേണിംഗ് ടു ഡു. 3, ലേണിംഗ് ടു ലിവ് ടുഗദർ. പ്രകൃതിയോടും മനുഷ്യനോടും പരസ്പരം ബന്ധപ്പെട്ട് ജീവിക്കുക. 4ാമത്തേത് ലേണിംഗ് ടു ബി. സ്വന്തം സാധ്യതകൾ കണ്ടെത്തി അവ സാക്ഷാത്കരിക്കുന്നതിനുള്ള പഠനം. വിദ്യാർത്ഥികൾക്ക് അറിയുവാനും ചെയ്യുവാനും ഒരുമിച്ച് ജീവിക്കുവാനും ആഗ്രഹിക്കുവാനും ഒരു ഉപകരണമായി തീരുക എന്നതാണ് അധ്യാപകന്റെ. ഡോക്ടർ അധ്യാപകൻ എങ്ങനെയോ അങ്ങനെ തന്നെ വിദ്യാർത്ഥികളിൽ നിന്ന് പറഞ്ഞത് ഇത്തരത്തിൽ സ്മരണീയം. അധ്യാപകൻ എങ്ങനെയോ അങ്ങനെ തന്നെ വിദ്യാർത്ഥികൾ. കുട്ടികളോടുള്ള സ്നേഹവും തൊഴിലിനോടുള്ള സ്നേഹവും ചെയ്യുമ്പോൾ ഒരു വ്യക്തി കൂട്ട അധ്യാപകനാണ്. ഗുരു തന്നെ ജ്ഞാനമല്ല പകർന്നു കൊടുക്കുന്നത്, മറിച്ച് തന്റെ വിശ്വാസവും സ്നേഹവും നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന വിദ്യാർത്ഥികളെ സ്നേഹിക്കാൻ കഴിയണം, അവരെ എഴുതാൻ കഴിയണം. നമ്മുടെ ചില അധ്യാപകർ രാവിലെ നേരിടുന്നത് ഭക്ഷണത്തിൽ പാക്ക് ചെയ്യുമ്പോൾ ജീവിതത്തിൽ പ്രയാസപ്പെടുന്ന ആഹാരത്തിന് വകയില്ലാത്ത കുഞ്ഞുങ്ങളെ നിന്നിൽ കഴിയണം. അവർക്ക് കൂടെ പൊതിഞ്ഞുകൊണ്ട് പോകുന്ന അധ്യാപകർ നമ്മുടെ ഇടയിൽ എന്നുള്ള സത്യം
ഞാൻ ഒരിക്കലും മാറ്റുന്നില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ കഴിയണം, അവരെ കരുതുവാൻ കഴിയണം, എങ്കിലേ അവരെ നമുക്ക് കർത്താവിന് വേണ്ടി നേടിയെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. മിഷൻ ഓഫ് ചാരിറ്റിയുടെ ഒരു പ്രാമുഖ്യം വരുന്നതിന് മദർ തെരേസ ഭക്ഷണത്തിന് പത്രക്കാരൻ മദറിന്റെ ഒരു റിപ്പോർട്ടർ അവരോട് ചോദിച്ചു, "What do you hope to accomplish here?" ഒരു കുട്ടിയോട് അവർ മറുപടി പറഞ്ഞു, "The joy of loving and being loved. The joy of loving and being loved." ഇതിന് ധാരാളം ആവശ്യമായി വരുന്നല്ലോ. മറ്റൊരു ചോദിച്ചു, "No, she replied, it takes a lot of sacrifice. It takes a lot of sacrifice." എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട അധ്യാപകർ, ഈ സേവനത്തിന് വളരെ ത്യാഗം ആവശ്യമാണ്. സ്നേഹത്തിൽ അന്വേഷിക്കുക ഇതായിരിക്കണം അധ്യാപകത്തിന്റെ മുഖമുദ്ര. പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും ദൈവം ഭയത്തോടെയാണ്. ഭയത്തോടെ പഠിക്കാൻ സാധിക്കും, ദൈവഭയത്തോടെ പഠിപ്പിക്കുവാൻ സാധിക്കും. 3 കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയാനായിട്ട് ശ്രമിച്ചത്. ദൈവഭയം, വിവേകബുദ്ധി എന്ന ജ്ഞാനം. രണ്ടാമത് ഞാൻ പറഞ്ഞത് ദൈവഭയം, അന്യനെ വിട്ടകലുവാനുള്ള ജ്ഞാനം. 3, ദൈവഭയം, മറന്നിരിക്കുന്നവ തിരിച്ചറിയാനുള്ള ജ്ഞാനം. യഹോവഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. പിതാവായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവായ സകല കാലാവസ്ഥ ഉണ്ടായിരിക്കുന്നതാണ്.